നമസ്കാരം. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്ന് സ്വതന്ത്ര രാജ്യങ്ങളായി മാറിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇസ്ലാമികവൽക്കരണം ശക്തമാകുന്നതായി റിപ്പോർട്ട്. ഇതിനെ നേരിടാൻ തന്നെയാണ് അവിടുത്തെ ആത്മീയ ഭരണകൂടങ്ങളും ശ്രമിക്കുന്നത്. പൊതുനിരത്തുകളിൽ സ്ത്രീകൾ മുഖവും ശരീരവും എല്ലാം മറയ്ക്കുന്ന നിക്കാബ് എന്ന വസ്ത്രം ധരിച്ച് സഞ്ചരിക്കുന്നത് ഇപ്പോൾ സർക്കാർ വിലക്കിയിരിക്കുകയാണ്. ഇതിന് കർശനമായ നിരോധനം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിലക്ക് ലംഘിക്കുന്നവർക്ക് വലിയ തുക പിഴ തന്നെ ഈടാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അതായത് ഇത് ധരിക്കുന്ന വ്യക്തിയുടെ ഒരു മാസത്തെ വരുമാനത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം തുക പിഴയായി നൽകേണ്ടി വരും എന്നുള്ളതാണ് പുതിയ ശിക്ഷാ രീതി. ഇത് ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അവിടുത്തെ ആത്മീയ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം വേണമെങ്കിൽ തീവ്രവാദികൾക്കോ മറ്റ് ആക്രമണകാരികൾക്കോ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു വേഷം ധരിച്ച് ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിലെത്താനും അവിടെ അവർക്ക് ആക്രമണം അഴിച്ചുവിടാനും ഒക്കെയുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളിലൂടെ ഒരുക്കുന്നത് എന്നാണ് ഭരണകൂടം ആരോപിക്കുന്നത്. കണ്ണുകൾ ഒഴികെ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും മൂടുന്ന ചില മുതിർന്ന സ്ത്രീകൾ ധരിക്കുന്ന മൂടുപടത്തിന് സർക്കാർ ഈ വർഷം ആദ്യം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നിക്കാബ് എന്ന് പറയുന്ന ഈ വസ്ത്രം കിർഗിസ്ഥാനിലെ സമൂഹത്തിന് അന്യമാണ് എന്നാണ് അവിടുത്തെ ഭരണാധികാരികൾ തന്നെ പറയുന്നത്. ഇത് അങ്ങനെ നേരത്തെ ആരും ധരിച്ചതായി തങ്ങൾക്ക് അറിയില്ല എന്നും ഇത് തങ്ങളുടെ തന്നെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് 2013-15 കാലഘട്ടത്തിൽ അന്ന് ഈ IS തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ശക്തിപ്പെട്ടു വരുന്ന കാലഘട്ടത്തിൽ ഈ മധ്യേഷ്യയിൽ നിന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് മധ്യപൂർവേഷ്യയിലേക്ക് ഇവരുടെ താവളങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ IS തീവ്രവാദികളായി മാറുകയൊക്കെ തന്നെ ചെയ്തത്. ഇതിന് ഒരു അവസാനമുണ്ടാകണമെന്ന് തന്നെയാണ് കിർഗിസ്ഥാൻ സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള കർശനമായ നിലപാടുകൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അവിടുത്തെ ആത്മീയ ഭരണകൂടങ്ങൾക്ക് അത്ര വലിയ അധികാരമില്ല എങ്കിൽ പോലും സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് കിർഗിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മതമൗലികവാദം ശക്തിപ്പെടുന്ന സാഹചര്യങ്ങൾ അവയെ അടിച്ചമർത്താൻ വേണ്ടി നിയോഗിച്ചിരുന്ന പലരും ഇപ്പോൾ ഈ ഒരു ഭരണസമിതിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വതന്ത്രമായ സാഹചര്യത്തിൽ ഏതാണ്ട് 5ഓളം രാജ്യങ്ങൾ, മധ്യേഷ്യൻ രാജ്യങ്ങൾ തീവ്രമായ ഇസ്ലാമികവൽക്കരണത്തിലേക്ക് നീങ്ങിയിരുന്നു. ഇതിൻ്റെ കൂടി പ്രത്യാഘാതം ആയിട്ടാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ നിന്ന് വൻതോതിൽ ആഗോള തീവ്രവാദ സംഘടനകൾ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നത്. അങ്ങനെ നിരവധി ചെറുപ്പക്കാരാണ് IS പോലെയുള്ള തീവ്രവാദ സംഘടനകളിൽ ചെന്നുപെട്ട് ജയിലിലാവുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ തന്നെ ചെയ്തത്. ഇതിനൊരു അറുതി ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ കിർഗിസ്ഥാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വസ്ത്രധാരണ ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത്. കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ ശരീരവും മുഖവും എല്ലാം മറച്ചുകൊണ്ടാണ് നിലവിൽ ഈ നിക്കാബ് ധരിച്ചുകൊണ്ട് പല സ്ത്രീകളും സഞ്ചരിക്കുന്നത്. ഇതിനാണ് ഇപ്പോൾ കർശനമായ വിലക്ക് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കിർഗിസ്ഥാൻ പ്രസിഡന്റ് സാദർ ജപാറോവ് പറയുന്നത് പരമ്പരാഗതമായി തന്നെ രാജ്യത്തെ സ്ത്രീകൾ ബുർഖ ധരിക്കാറില്ലെന്നും പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പരിഷ്കാരം ഏർപ്പെടുത്തിയത് എന്നുമാണ്. നേരത്തെ ബുർഖ ധരിക്കാതിരുന്ന പല രാജ്യങ്ങളിലെയും സ്ത്രീകൾ ബുർഖ ധരിച്ചുകൊണ്ട് പൊതുനിരത്തുകൾ പ്രത്യക്ഷപ്പെടുന്നതിനെ പല രാജ്യങ്ങളും എതിർക്കുന്നില്ല എങ്കിൽ പോലും കിർഗിസ്ഥാൻ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ പുരുഷനായ തീവ്രവാദിക്ക് പോലും ഈ ഇത്തരം ഒരു വേഷത്തിൽ ഒരു പൊതുസ്ഥലത്തെത്താനും അവിടെ ആക്രമണം നടത്താനും അല്ലെങ്കിൽ ഒരു ചാവേർ ആക്രമണം നടത്താനും ഒക്കെ തന്നെ കഴിയും എന്നുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിർഗിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിലക്ക് ലംഘിക്കുന്നവർക്ക് ഏതായാലും കർശനമായ ശിക്ഷ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി മുതൽ ഇതിന് വലിയൊരു മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.